ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് പോക്കോ X3 പ്രോയിൻ്റെ ഫൈനൽ റിവ്യൂ ആണ്. അതായത് പോക്കോ F1 എന്ന ഈ ലെജൻഡറി ഫോണിൻ്റെ പിൻഗാമി എന്ന് പറയപ്പെടുന്ന പോക്കോ X3 പ്രോയിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ ഇപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരാം, ഈ ഫോണാണ് ഈ ഒരു അണ്ടർ 20,000 പ്രൈസ് സെഗ്മെൻറ്റിലെ ഏറ്റവും പവർഫുൾ, ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ ഒക്കെ ചെയ്തതാണ്, PUBG ഗെയിമിംഗ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതിൽ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ, FPS മീറ്റർ, ബാറ്ററി ഡേ എല്ലാം നമ്മളതിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ സിറ്റുവേഷൻസിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പക്ഷേ അതിനോടൊപ്പം തന്നെ വേറെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്, എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ ദോഷങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അടുത്ത വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. നമുക്ക് പെട്ടെന്ന് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. സോ 6.67 ഇഞ്ചിൻ്റെ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 6GB 128GB വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിലുള്ള ചിപ്സെറ്റ് ആണ് Qualcomm Snapdragon 860. 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. 20 മെഗാ പിക്സലിൻ്റെ ആണ് സെൽഫി ക്യാമറ. 5160 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഒക്കെ കിട്ടുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. സോ ഇതാണ് ബേസിക് സ്പെസിഫിക്കേഷൻസ്. ഫസ്റ്റ് നമുക്ക് ഈ ഫോണിൻ്റെ ഡിസൈൻ, ബിൽഡ് ആൻഡ് ഇൻ ഹാൻഡ് ഫീൽ നോക്കാം. സോ തീർച്ചയായിട്ടും ഒരു ഹെവി ഫോണാണ്. ഓക്കെ, നോർമലി നിങ്ങൾ റിയൽമി ഫോൺസും അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ റെഡ്മി നോട്ട് 10 സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. 215 ഗ്രാമാണ്. പോക്കോ X3 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വെയിറ്റ് ഇല്ല, 10 ഗ്രാം കുറവാണെന്ന് തോന്നുന്നു. പോക്കോ X3 225 ഗ്രാം ആയിരുന്നു, ഇത് 214 ഗ്രാമാണ്. സ്റ്റിൽ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹെവി ഫോണാണ്. അതിനോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫങ്ഷണൽ ബിൽഡ് എന്ന് പറയാൻ പറ്റും. അത്രയും ക്ലാസി അല്ലെങ്കിൽ മിനിമലിസ്റ്റിക് ബിൽഡ് അല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. വലിയൊരു പോക്കോൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൻ്റെ സൈഡിൽ നല്ല മാറ്റ് ഫിനിഷാണ്. ഈ കംപ്ലീറ്റ്ലി ഈ മാറ്റ് ഫിനിഷൻ കൊടുത്താൽ മതിയായിരുന്നു, പക്ഷേ സെൻറ്ററിൽ ഇങ്ങനത്തെ ഒരു സ്മൂത്ത് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ്റ്റിക് ലുക്ക്. അതിലൊക്കെ ഫിംഗർ പ്രിൻ്റ് നല്ല രീതിയിൽ പതയുന്നുണ്ട്. അത്രയും കോമ്പാക്റ്റ് ബിൽഡല്ല. സോ ബാക്കൊക്കെ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഹെവി വോളിയത്തിലൊക്കെ പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ ബാക്ക് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല കട്ടിയുള്ള നല്ല സ്ട്രോങ് കേസ് ഇട്ട് യൂസ് ചെയ്താൽ ചിലപ്പോൾ ആ ഒരു വൈബ്രേഷൻ കുറയും. നിങ്ങൾക്ക് താല്പര്യം കുറച്ചുകൂടെ ക്ലാസി, മിനിമലിസ്റ്റിക്, സ്റ്റൈലിഷ് ലുക്കിലാണെങ്കിൽ റെഡ്മി നോട്ട് 10 സീരീസ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. അതല്ല നിങ്ങളൊരു ഗെയിമറാണ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ ബാക്കിൽ എന്തിരിക്കുന്നു, അതെന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ല പെർഫോമൻസ് കിട്ടിയാൽ മതി. നെക്സ്റ്റ് നമുക്ക് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കാം. അതായത് വീഡിയോ ആൻഡ് ഓഡിയോ എക്സ്പീരിയൻസ്. വീഡിയോ എക്സ്പീരിയൻസ് നല്ലതാണ്. ഒരിക്കലും സൂപ്പർ ആംബ്ലഡ് ഡിസ്പ്ലേയുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും റെഡ്മി നോട്ട് 10 പ്രോയിലും പ്രോ മാക്സിലും അല്ലെങ്കിൽ റിയൽമി 8ലും 8 പ്രോയിലും വരുന്ന ആമോലെഡ് ഡിസ്പ്ലേ ബെറ്റർ ആണ് ഇത് വെച്ച് നോക്കും. ഈവൻ റെഡ്മി നോട്ട് 10ൽ വരുന്ന ആമോലെഡ് ഡിസ്പ്ലേ ഇതിനേക്കാളും ബെറ്റർ ആണ്. കാരണം കുറച്ചുകൂടെ ബെറ്റർ കളേഴ്സും ഡീപ് ബ്ലാക്സ് ഒക്കെ കിട്ടുന്നുണ്ട്. സ്റ്റിൽ പോക്കോയിൻ്റെ ഫോൺസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് IPS LCD ഡിസ്പ്ലേസ് ആണ് വരുന്നത്. സോ പോക്കോ X2ലും അങ്ങനെയായിരുന്നു, പോക്കോ X3ലും അങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നത് പോക്കോ X3ൽ കൊടുത്തിരുന്ന എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ് ഇതിലും ഫിറ്റ് ചെയ്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ്, 240 Hz ടച്ച് സാമ്പിളിംഗ് ഒക്കെ വരുന്നുണ്ട്. പ്രൊട്ടക്ഷനിൽ വ്യത്യാസമുണ്ട്. ഇതിൽ ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതിനോടൊപ്പം തന്നെ വൈഡ് വൈൻ L1 സപ്പോർട്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലൊക്കെ ഫുൾ HD കണ്ടന്റ് കാണാൻ കഴിയും. പിന്നെ HDR10ൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് HDR വീഡിയോസും കാണാൻ കഴിയുന്നുണ്ട്. സോ അതൊക്കെ അഡ്വാൻറ്റേജ് ആണ്. ഒരു LCD ആണ്, ആമോലെഡ് അല്ല, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ഡിസ്പ്ലേയിലാണ് നിങ്ങളുടെ മെയിൻ ഉദ്ദേശം, അതായത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഡിസ്പ്ലേ ആണ്, മൾട്ടിമീഡിയ കൺസംഷൻ ആണെങ്കിൽ റെഡ്മി നോട്ട് 10 സീരീസ് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഫോർ ഗെയിമിംഗ് ഇത് ധാരാളമാണ്. പോക്കോ X3 എന്ന ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇതിലും എക്സാക്ട്ലി അതേ സെറ്റപ്പ് വന്നിട്ടുണ്ട്. നല്ല ലൗഡാണ്, നല്ല ക്ലിയർ ആണ്. പിന്നെ വൈബ്രേഷൻ ഇഷ്യൂ ഞാൻ പറഞ്ഞല്ലോ, സോ വൈബ്രേഷൻ ഇഷ്യൂ എന്തായാലും ഉണ്ട്, പക്ഷേ ലൗഡ് ആൻഡ് ക്ലിയർ ആണ്, നല്ല വോയിസ് വരുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ അത്രയും ഈക്വൽ അല്ല. ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് കുറച്ചും കൂടി ഡോമിനൻ്റ് ആണ്. എന്ന് പറയുകയാണെങ്കിൽ 65-35 അല്ലെങ്കിൽ 60-40 എന്ന് പറയാൻ പറ്റും. റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് കുറച്ചുകൂടെ ബാലൻസ്ഡ് ആണ്. കാരണം മേലുള്ള ഒരു ഹോൾ ഉണ്ടല്ലോ മറ്റതിന് വേണ്ടി, ടോപ്പ് ഫയറിംഗ് സ്പീക്കേഴ്സിന് വേണ്ടിയുള്ള ഹോൾ ഇതിൽ ചെറുതാണ്, അതിൽ വലിയ ഹോൾസ് ഉണ്ട്. സോ കുറച്ചുകൂടെ ബെറ്റർ സ്റ്റീരിയോ എക്സ്പീരിയൻസ് കിട്ടുന്നത് നോട്ട് 10 പ്രോ മാക്സിലാണ്. പക്ഷേ ഇതിലും എനിക്ക് അങ്ങനെ വലിയ കംപ്ലയിൻ്റ് ഒന്നുമില്ല, നല്ല സൗണ്ട് തന്നെയാണ് വരുന്നത്. സോ പോക്കോ X3 പ്രോയിൽ നിന്ന് കിട്ടുന്ന മൾട്ടിമീഡിയ എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെ കംപ്ലയിൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ഫോൺ ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ കംപ്ലയിൻസ് ഇല്ല. പക്ഷേ കോമ്പറ്റീറ്റേഴ്സ്, റെഡ്മി നോട്ട് 10 സീരീസ് അല്ലെങ്കിൽ റിയൽമി 7 പ്രോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആമോലെഡ് ഡിസ്പ്ലേയുടെ ഒരു കുറവ് എന്തായാലും ഇതിലുണ്ട്. പിന്നെ അതിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, ഇതിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സോ ആ ഒരു ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ ഒരു കുറവുള്ളൂ. പക്ഷേ നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ, ഞാൻ ഒന്നോടെ എടുത്ത് പറയുകയാണ്, കാരണം ഇതൊരു ഗെയിമിംഗ് ഫോണാണ്, പെർഫോമൻസ് ഗെയിമിംഗ് ഫോണാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ LCD ആണെങ്കിലും ആമോലെഡ് ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് കോളിംഗ് ആൻഡ് നെറ്റ്വർക്ക് റിസപ്ഷൻ നോക്കാം. സോ എനിക്ക് കോൾ ഡ്രോപ്സിൻ്റെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. നല്ല ക്വാളിറ്റി ഉള്ള ഒരു
ഇയർ പീസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. നോ ഇഷ്യൂസ് വിത്ത് ഇറ്റ്. കാരിയർ എഗ്രിഗേഷൻ സപ്പോർട്ട് ഉണ്ട്. ഞാൻ ജിയോയിലിട്ട് നോക്കിയിരുന്നു, കാരിയർ എഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഏരിയാസിലും സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ. ചില ഏരിയാസിൽ കാരിയർ എഗ്രിഗേഷൻ വരുന്നില്ല. എൻ്റെ ഇവിടെ ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നോ ഇഷ്യൂസ്. പിന്നെ നെറ്റ്വർക്ക് കുറവാണെങ്കിലും വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ വൈഫൈ കോളിംഗ് ചെയ്യാൻ പറ്റും. സോ വൈഫൈൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. ഒരു 4G ഫോണാണ്, 5G ഫോണല്ല. ഓക്കെ, സോ സ്നാപ്ഡ്രാഗൺ 860 ഒരു 4G ചിപ്സെറ്റാണ്, 5G അല്ല. സോ 4G ഡ്യുവൽ 4G വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കോൾ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. പക്ഷേ ഗൂഗിൾ ഡയലർ ആയതുകൊണ്ട് നിങ്ങൾ റെക്കോർഡ് പ്രസ് ചെയ്താൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കത് മനസ്സിലാവും. നെക്സ്റ്റ് നമുക്ക് ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയ ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് നോക്കാം. ഞാൻ ഇൻഡെപ്ത് പോകുന്നില്ല, കാരണം ഒരു വീഡിയോ ഡെഡിക്കേറ്റഡ് ആയി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ഇവിടെ ആവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് PUBG റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ഞാൻ ഇവിടെ ലിങ്ക് ഇട്ട് തരാം. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടിയത്. ലേശം ഹീറ്റിംഗ് ഉണ്ടായിരുന്നു, ഓവർ ഹീറ്റിംഗ് ഇല്ലായിരുന്നു. സോ 41-42 ഡിഗ്രി വരെ പോകുന്നുണ്ട്. ഫാനിൻ്റെ അടിയിലിരുന്ന് കളിച്ചാൽ നോ ഇഷ്യൂസ്. പക്ഷേ മൂലക്കിരുന്ന് കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓവർ ഹീറ്റിംഗ് ഉണ്ടാവും. ഹീറ്റിംഗ് ഉണ്ടാവും. 42-43 വരെ പോകുന്നുണ്ട്. ചില റിവ്യൂവേഴ്സ് 50-55 എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്രയും കിട്ടിയില്ല. ചിലപ്പോൾ അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഇതിൽ എനിക്ക് അങ്ങനെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തില്ല. ഇത്രയും നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടാനുള്ള മെയിൻ കാരണമാണ് ഇതിലുള്ള ചിപ്സെറ്റ്, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 860 ഒരു പുതിയ ചിപ്സെറ്റ് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ബേസിക്കലി 855+ ആണ്. അതായത് റിയൽമി X3 ഉള്ള X3 സൂപ്പർ സൂമിലൊക്കെ ഉള്ള 855+ ആണ് ബേസിക്കലി 860. ചെറിയൊരു 8% ഇൻക്രീസ്. സോ 855+ൻ്റെ GPUവിൽ ലേശം ഒരു ഓവർ ക്ലോക്കിംഗ് ചെയ്ത് അത് 860 ആക്കിയിട്ടുണ്ട്. അതാണ് മെയിൻ ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ 122 സ്കോർ ചെക്ക് ചെയ്യുമ്പോൾ 855+ൽ 4.6 ലാക്ക് ആണ്, ഇതിൽ 4.8 ലാക്ക് കിട്ടുന്നുണ്ട്. ഇത് ബേസിക്കലി ഒരു സൈക്കോളജിക്കൽ മൂവ് ആണ് എന്ന് പറയുകയാണെങ്കിൽ 855+ 2 വർഷം പഴയ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റാണ്. അത് കൊണ്ടുവന്ന് ഇപ്പോൾ ഇറക്കിയിരുന്നെങ്കിൽ നമുക്ക് എന്തായാലും തോന്നിയാൽ അയ്യേ ഇത് പഴയ ചിപ്സെറ്റാണോ, ഇത് എന്തിനാണ് എടുക്കുന്നത്, ഓൾറെഡി റിയൽമി X3 വന്നിട്ടുണ്ട്, അത് എടുത്താൽ പോലെ എന്നൊക്കെ നമുക്ക് ചിന്ത വരും. പക്ഷേ ആ സെയിം ചിപ്സെറ്റ് എടുത്ത് 860 എന്ന പേരിടുമ്പോൾ നമുക്ക് തോന്നും ലേറ്റസ്റ്റ് ചിപ്സെറ്റാണ്. പക്ഷേ ലേറ്റസ്റ്റ് അല്ല, പഴയ ചിപ്സെറ്റ് തന്നെയാണ്. സ്റ്റിൽ ഐ ഹാവ് നോ കംപ്ലയിൻസ്. ഈ ഒരു പ്രൈസ് പോയിന്റിലും ഇത്രയും നല്ലൊരു പ്രൈസിൽ ഇത്രയും നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സോ നോ കംപ്ലയിൻസ്. വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടുന്നത്. ക്ലോസ് ടു 60 FPS കിട്ടുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം ക്ലോസ് ടു 98% സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ടായിരുന്നു PUBGയിൽ. ദാറ്റ് ഈസ് സ്മൂത്ത് ആൻഡ് എക്സ്ട്രീമിൽ. പിന്നെ HDR ഇട്ടപ്പം ക്ലോസ് ടു 95% കിട്ടുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഫ്രീ ഫയർ ആണെങ്കിലും പിന്നെ നമ്മുടെ COD മൊബൈലൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് റൺ ആവുന്നുണ്ട്. അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. വലിയ ഫ്രെയിം ഡ്രോപ്സിൻ്റെ ഇഷ്യൂ ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ 20,000 താഴെ കിട്ടാവുന്ന ബെസ്റ്റ് പെർഫോമിംഗ് ഫോണാണ് Poco X3 Pro, നോ ഡൗട്ട്. ഇത്രയും നല്ലൊരു ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ബെറ്റർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അതായത് 120 Hz റിഫ്രഷ് റേറ്റ് പ്ലസ് MIUI പോലത്തെ ഹെവി സോഫ്റ്റ്വെയർ ഒക്കെ നല്ല രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. റെഡ്മി നോട്ട് 10 പ്രോയിലും പ്രോ മാക്സിലും ഉള്ള ഒരു സ്റ്റട്ടർ ഇഷ്യൂ ഉണ്ടല്ലോ, 120 Hzൻ്റെ സ്റ്റട്ടർ ഇഷ്യൂ. അതായത് ചിലപ്പോഴൊക്കെ ലേശം ഒരു പിടുത്തമുണ്ട്. ആ സംഭവം ഇതിലില്ല, കാരണം ആ ഒരു 860 ചിപ്സെറ്റ് ആണ്. അതിലുള്ള 732G ആണ്, അതൊരു മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആണ്. പക്ഷേ ഇത് ക്ലോസ് ടു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ്. ഫ്ലാഗ്ഷിപ്പ് അല്ല, ക്ലോസ് ടു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ്. സോ തീർച്ചയായിട്ടും UIയിലും ആ ഒരു വ്യത്യാസം അറിയുന്നുണ്ട്. ആഡ്സ് ഇല്ല കേട്ടോ, പോക്കോ ആയതുകൊണ്ട് ആഡ്സ് എന്തായാലും ഇല്ല. പോക്കോ ലോഞ്ചറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റീസെൻ്റ്ലി ഷവോമിയുടെ ഫോൺസിൽ, സ്പെഷ്യലി മിഡ് റേഞ്ച് ഫോൺസിൽ അത്രയും ബ്ലോട്ട്വെയർസ് വരാറില്ല. ഓക്കെ, സോ ഇതിൽ കുറവാണ്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ലിങ്ക്ഡിൻ അങ്ങനത്തെ സംഭവങ്ങളാണ് വരുന്നത്. അല്ലാതെ ഈ ബബിൾ ഷൂട്ടറും മറ്റേ ഷൂട്ടറും നോൺസെൻസ് ഒന്നുമില്ല. ആൾക്കാർ ജനറലി യൂസ് ചെയ്യുന്ന തേർഡ് പാർട്ടി ബ്ലോട്ട്വെയർസ് വരുന്നുണ്ട്. അത് നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഇതിലും 12.5 വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റെഡ്മി നോട്ട് 10 സീരീസിൽ അവർ പറഞ്ഞിരുന്നു ഇതിലും വരും 12.5. വരുമ്പോൾ നമുക്ക് ഒരുപാട് ഫസ്റ്റ് പാർട്ടി, അതായത് ഷവോമിയുടെ സൈഡിൽ നിന്നുള്ള ബ്ലോട്ട്വെയർസ് എടുത്ത് കളയാനുള്ള ഓപ്ഷൻ വരും. സോ അതും വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ്. പക്ഷേ ആ ഒരു ഗെറ്റ് ആപ്സ് ശല്യമാണ്. എന്തിനാണെന്ന് എനിക്കറിയില്ല, ആരും യൂസ് ചെയ്യാറില്ല, വെറുതെ ഇട്ട് വെച്ചേക്കുവാണ്. നമ്മളിത് ഫസ്റ്റ് ടൈം സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻ ഒക്കെ തരും. സോ ഏത് ഷവോമി ഫോൺ ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗെറ്റ് ആപ്സ് ഡിസേബിൾ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്ത് വെച്ചോളൂ. 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിലുള്ളത്. പോക്കോ X3 വെച്ച് നോക്കുമ്പോൾ മെഗാ പിക്സലിൻ്റെ കണക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും ഡൗൺ ഗ്രേഡ് ആണ്. അതിൽ 64+13 ഉണ്ടായിരുന്നു. 13 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ഉണ്ടായിരുന്നു പോക്കോ X3യിൽ. ഇതിൽ 8 മെഗാ പിക്സലിൻ്റെ ആണ്. സോ അൾട്രാവൈഡിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് മെഗാ പിക്സലിൽ മാത്രമല്ല ഫോട്ടോ ക്വാളിറ്റിയിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. സോ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് പോക്കോ X3ൻ്റെ ഫോട്ടോസാണ്, എസ്പെഷ്യലി അൾട്രാവൈഡ്. പോക്കോ X3 പ്രോയിൻ്റെ പ്രൈമറി സെൻസർ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് നല്ല ഫോട്ടോസാണ്. കുറച്ചും കൂടി നാച്ചുറൽ കളേഴ്സ് വരുന്നുണ്ട്. എസ്പെഷ്യലി പ്രോ മാക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പം നാച്ചുറൽ കളേഴ്സാണ് വരുന്നത്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല കളറുണ്ട്, അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ചും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെയും റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൻ്റെ ക്യാമറ കമ്പാരിസൺ ഞാൻ ഇതിൻ്റെ ഫോൺ കമ്പാരിസൺ വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതിൽ കുറച്ചുകൂടെ ക്യാമറ സാമ്പിൾസിൻ്റെ കമ്പാരിസൺ, വീഡിയോ സാമ്പിൾസിൻ്റെ കമ്പാരിസൺ ഞാൻ കാണിച്ചിട്ടുണ്ട്.
കണ്ടു നോക്കുക. പിന്നെ 4K 30 FPS വിത്ത് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല മിഡ് റേഞ്ചിൽ ഏതെങ്കിലും ഫോണിൽ ആ ഒരു സംഭവം ഉണ്ട് 4K വിത്ത് സ്റ്റെബിലൈസേഷൻ ഇതിൽ വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്താണ്? യെസ്, 860 സ്നാപ്ഡ്രാഗൺ 860 കാരണമാണ് ആ ഒരു 4Kയിൽ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നത്. 4K 60 FPS കൊടുക്കേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നു ആ ഒരു ചിപ്സെറ്റിന്, പക്ഷേ ഇതിൽ കൊടുത്തിട്ടില്ല. പക്ഷേ സ്റ്റിൽ 4K 30 FPSൽ സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ലോ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി എടുക്കുമ്പം ചെറിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവിടെ ഇവിടെ നോയ്സ് ഒക്കെ കയറി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ നൈറ്റ് മോഡ് ഓൺ ചെയ്യുമ്പം ആ നോയ്സ് പോകുന്നുണ്ട്, പക്ഷേ കോൺട്രാസ്റ്റും കൂടുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു സംഭവം ഉണ്ട്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല കളർ ഉണ്ട്, ഇഷ്യൂ ഒന്നുമില്ല. പോർട്രേറ്റ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ 5160 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററി ബാക്കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം കുറച്ചുകൂടെ പവർഫുൾ ചിപ്സെറ്റ് ആയതുകൊണ്ടായിരിക്കും. 6-6.5 മണിക്കൂറിൻ്റെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അത്രയും കിട്ടുന്നുണ്ട്. പിന്നെ ഓവറോൾ 1 ഡേ ഫോണാണ്. ഒരു ദിവസം എന്തായാലും പോകുന്നുണ്ട്. രാവിലെ ചാർജ് ചെയ്താൽ രാത്രി വരെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ഗെയിമിംഗ് ഫോണാണ്. സോ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പിന്നെയും ചാർജ് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾ ഒരു ദിവസം 3-4 മണിക്കൂർ വെച്ച് കളിക്കുന്നുണ്ടെങ്കിൽ 2 തവണയൊക്കെ ചാർജ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഓബ്വിയസ്. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. നോർമൽ യൂസിന് വേണ്ടി 1 ഡേ എന്തായാലും നിൽക്കും. സോ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ഇല്ല. ചിലർക്ക് ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ഉണ്ടായത്, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. സോ ബാറ്ററി നല്ല രീതിയിൽ ഒരു ദിവസം നിൽക്കുന്നുണ്ട്. ചാർജിങ് 33 വാട്ടിൻ്റെ ആണ്. 0 to 100% ചാർജ് ആവാൻ ഏകദേശം 70 to 80 മിനിറ്റ്സ്, മാക്സിമം 80 മിനിറ്റ് വരെ എടുക്കുന്നുണ്ട്. ഈ ഫോണിലുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫാസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് ഒറ്റയടിക്കാണ് അൺലോക്ക് ആവുന്നത്. നല്ല സ്പീഡുണ്ട്. പിന്നെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നൊരു സംഭവമാണ്, ഇതിലൊരു ചെറിയ നോട്ടിഫിക്കേഷൻ LED വരുന്നുണ്ട്. സോ അതും വലിയൊരു പോസിറ്റീവാണ്. എനിക്കിഷ്ടമാണ് നോട്ടിഫിക്കേഷൻ LED ഇതിലുണ്ട്. സോ ചാർജ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പം അത് കത്തുന്നുണ്ട്. ചെറിയൊരു സംഭവമാണ്. ഇയർ പീസ് ഗ്രില്ലിൻ്റെ ഇടയിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ അവിടെ ഉണ്ട്. സോ നല്ല കാര്യമാണ്. അതിനോടൊപ്പം തന്നെ IR ബ്ലാസ്റ്ററും വരുന്നുണ്ട്. Poco X3 Pro നമ്മുടെ Poco F1ൻ്റെ യഥാർത്ഥ പിൻഗാമി ആണോ? ഒരു പരിധി വരെ കറക്റ്റാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. കാരണം ഈ ഒരു മിഡ് റേഞ്ച് പ്രൈസ് സെഗ്മെൻറ്റിൽ ദി ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ അല്ലെങ്കിൽ ദി ബെസ്റ്റ് പെർഫോമൻസ് ഫോണാണ് പോക്കോൻ്റെ Poco X3 Pro. അങ്ങനെ പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ ഗെയിമിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ സ്റ്റിൽ Poco F1 എന്ന ഈ ഫോണിന് ഒരു സ്പെഷ്യൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു സ്പെഷ്യൽ സ്പോട്ടുണ്ട്, സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്. സോ ഇതിനെന്തായാലും ആർക്കും റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല Poco F1ൽ. കാരണം എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഫോൺസാണ് Poco F1. അതിനോടൊപ്പം തന്നെ Poco F1ൽ ആ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് അല്ല, കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. സ്റ്റിൽ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല, കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നല്ലൊരു പ്രൊഡക്റ്റാണ് Poco X3 Pro. സോ നിങ്ങളുടെ മനസ്സിൽ ഗെയിമിംഗ് ആണ് മെയിൻ, അല്ലെങ്കിൽ വീഡിയോ റെൻഡറിങ് അങ്ങനെയൊക്കെ ആണെങ്കിൽ, അതായത് ഹെവി പെർഫോമൻസ് ആക്ടിവിറ്റീസ് ആണ് മെയിൻ എങ്കിൽ തീർച്ചയായിട്ടും മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ ദി ബെസ്റ്റ് പെർഫോമിംഗ് ഫോണാണ് പോക്കോൻ്റെ Poco X3 Pro. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.